രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം മൂന്നാം വട്ടവും മാറ്റിവെച്ചു. ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗിനായി ഇന്നും നാളെയും ഇനി ശ്രമം നടത്തില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നാണ് ISROയുടെ ഏറ്റവും പുതിയ അറിയിപ്പ്. സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സമാഗമത്തിനായി ഇനിയും കുറച്ചു ദിവസം കൂടി കാത്തിരിക്കണം. ഇന്ന് രാവിലെ 6:30ക്കും 7 മണിക്കുമിടയിൽ ഇസ്രോ ഡോക്കിംഗ് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പരസ്പരം 3 മീറ്റർ അടുത്തുവരെ ഉപഗ്രഹങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഡോക്കിംഗിലേക്ക് കടക്കാനായില്ല. ശ്രമം തൽക്കാലം ഉപേക്ഷിച്ച ISRO ഉപഗ്രഹങ്ങളെ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി. ഇതൊരു ട്രയൽ ആയിരിക്കുന്നുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. 15 മീറ്റർ അടുത്തുവരെ ഉപഗ്രഹങ്ങളെ എത്തിച്ച ശേഷം ഉപഗ്രഹങ്ങൾ പരസ്പരം ചിത്രമെടുക്കുക വരെ ചെയ്തിരുന്നു. ഇത് മൂന്നാം തവണയാണ് സ്പേഡെക്സ് സ്പേസിംഗ് ഡോക്കിംഗ് പരീക്ഷണം ഇസ്രോ മാറ്റിവെക്കുന്നത്. 2 വട്ടം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തീയതി മാറ്റിയതിനാൽ ഇത്തവണ തത്സമയ സംപ്രേഷണമടക്കം ഒഴിവാക്കിയായിരുന്നു ശ്രമം. ഇന്നും ഡോക്കിംഗ് നടന്നില്ലെങ്കിലും ഉപഗ്രഹങ്ങൾ സുരക്ഷിതവും പൂർണ്ണമായും ഇസ്രോയുടെ നിയന്ത്രണത്തിലുമാണ്. നിലവിൽ 1 കിലോമീറ്ററിൽ താഴെ അകലത്തിൽ ഉപഗ്രഹങ്ങളെ നിലനിർത്താനാണ് തീരുമാനം. വിവരങ്ങൾ വിശദമായി പഠിച്ച ശേഷമേ ഇനിയൊരു ഡോക്കിംഗ് ശ്രമം നടത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. വൈകിയാലും ദൗത്യം കൃത്യമായി നടപ്പാക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യം. നിലവിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് സ്വന്തമായി സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായിട്ടുള്ളത്. സ്പേഡെക്സ് വിജയിച്ചാൽ ഇന്ത്യ ഈ രംഗത്തെ 4ാമത്തെ രാജ്യമാകും.